ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മംഗ്ലീഷ് എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ ടിപ്സ് ഓരോന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു, ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാക്കി എന്നുള്ളത്. ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണും. ബേസിക്കലി ഞാൻ അബുദാബിയിലാണ് ജനിച്ചതും വളർന്നതും. ഓക്കെ, അപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു, ശരിയാണ്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ബിക്കോസ് ടീച്ചേഴ്സ് ഇംഗ്ലീഷ് പറയുന്നു. പക്ഷേ ഫ്രണ്ട്സ് തമ്മിൽ നമ്മൾ ഇംഗ്ലീഷ് അല്ല, നമ്മൾ സാധാരണ മലയാളം തന്നെയാണ് പറയാറ്. അപ്പം അങ്ങനെ മലയാളമാണ് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷാണ് കൂടുതൽ അറിയുണ്ടായിരുന്നത്, ചെറിയ ചെറിയ സെൻറ്റൻസുകൾ. അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിനോട് പണ്ട് മുതലേ, ചിലവർക്ക് ഇപ്പോൾ ജനിച്ച മുതലേ എന്നൊരു പ്രത്യേക ഒരു ഭാഷയോടോ ഒരു കാര്യത്തിനോടോ ഒരു പ്രിയം ഉണ്ടാവും. അപ്പൊ ജനിച്ച മുതൽ എനിക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടം വന്ന് 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 പിന്നെ ഞാൻ ഇംഗ്ലീഷ് സ്റ്റോറീസ് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പണ്ട് മുതലേ വായിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ സ്റ്റോറി വായിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കഥകൾ വായിക്കാൻ, ടിങ്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, കോമിക് ബുക്ക്, അത് വായിക്കാൻ ഇഷ്ടമാണ്. ഫെയറി ടെയിൽ സ്റ്റോറീസ് വായിക്കാൻ ഇഷ്ടമാണ്. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വായിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ബുക്ക് വായിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു, സ്റ്റോറി ബുക്ക്. പിന്നെ ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ ഓരോ ലൂണി ടൂൺസ് അല്ലെങ്കിൽ കാർട്ടൂണൊക്കെ കാണുമ്പോൾ അതിലിങ്ങനെ സെന്റൻസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എനിക്ക് കാണാനും വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഇംഗ്ലീഷിന്റെ എൻ്റെ തുടക്കം. എനിക്ക് ഗ്രാമർ ഒന്നും അറിയണ്ടായിരുന്നില്ല. ചിലവരൊക്കെ ഗ്രാമർ വോസ് ഈസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വരും. എനിക്കതൊന്നും അറിയണ്ടായിരുന്നില്ല. നമ്മൾ അൺനോയിങ്ലി, അറിയാതെ നമ്മൾ ഗ്രാമർ പഠിച്ചു പോയി എന്നുള്ളതാണ് സത്യം. സംസാരിച്ച് 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 ഫ്രണ്ടിനോട്, ചിലപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ കളിയാക്കും, പക്ഷെ ചിലപ്പോൾ എനിക്ക് ആ വേർഡേ അറിയണ്ടാവുള്ളൂ അവരോട് പറയാൻ. അപ്പോൾ പലവരും ഇപ്പൊ ഇംഗ്ലീഷിൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ മലയാളത്തിൽ ഫേസ് ചെയ്തതാണ്. പക്ഷെ ബേസിക്കലി ആരുടെയും ഹെൽപ്പ് ഇല്ലാതെയാണ് ഞാൻ മലയാളം പഠിച്ചത്. സംസാരിക്കാനും അതേമാതിരി എഴുതാനും കുറച്ചറിയാം, ആവശ്യത്തിനുള്ളത് അറിയാം. ബട്ട് കുറെ വലിയ വലിയ കത്തൊന്നും എഴുതാൻ എനിക്കറിയണം. പക്ഷെ എപ്പോഴും റെഡി ടു ലേൺ, അത് എപ്പോഴും അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എപ്പോഴും ഉണ്ട്. റെഡി ടു ലേൺ, അതെനിക്ക് എപ്പോഴും ആ ഒരു ക്യാരക്ടർ എനിക്കുണ്ട്. അപ്പോൾ മൂവീസ് കണ്ടിട്ട്, ബുക്ക് വായിച്ചിട്ട്, സോ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വോസ് ഈസ് അങ്ങനത്തെ ബുക്ക് വായിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഗ്രാമർ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് വലിയ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. സോ ബേസിക്കലി ഞാൻ ഇങ്ങനെയാണ് എൻ്റെ തുടക്കം. അതിനുശേഷം സിനിമകൾ കാണാൻ തുടങ്ങി. മൂവീസ് ഓബ്വിയസ്ലി എൻ്റെ അഡിക്ഷൻ ആണ്. സിനിമ കണ്ട് 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 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഉണ്ട്, ഒരു കോമഡി സീരീസ്. അതില് ഓരോന്ന് ഡയലോഗ് കേട്ടിട്ടും അതിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അവർ പറയുന്ന അതേമാതിരി ഇമിറ്റേറ്റ് ചെയ്യുക. പിന്നെ തന്നെത്താൻ സംസാരിക്കുന്ന ഒരു സ്വഭാവം, സെൽഫ് ടോക്ക്. അത് പല സ്ത്രീകൾക്കും ഉണ്ട്, ആണുങ്ങൾക്കും ഉണ്ട്, പക്ഷെ അവർ ആരോടും പറയില്ല. സ്ത്രീകൾക്കാണ് പൊതുവെ. അങ്ങനെ സ്വയം സംസാരിച്ച് 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 പിന്നെ തനി എൻ്റെ ആക്സെന്റ് വേറൊരു ആക്സെന്റ് ആയി മാറി. എൻ്റെ പ്രൊണൗൺസിയേഷൻ മാറി. ഓക്കെ, ഹലോ, വാട്സ്ആപ്പ്, ഹൗ യു ഡൂയിങ്, അങ്ങനെയൊക്കെ ഉള്ളൊരു ആക്സെന്റ് ആയിട്ട് മാറി. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എങ്ങനെ ഇനി വന്നു എന്ന് വെച്ചാൽ പാഷൻ. എൻ്റെ ഇംഗ്ലീഷ് ഭാഷയോടുള്ള പാഷനാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഡിക്ഷണറി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ വലിയ ബുക്ക് വായിച്ചിട്ടോ എനിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ താല്പര്യം എന്താണ്, അതും ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്തു. സിനിമ കാണാൻ ഇഷ്ടമാണ്, അപ്പൊ ഇംഗ്ലീഷ് സിനിമ കണ്ടു. ബുക്ക് വായിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ ഫെയറി ടെയിൽ ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റോറി ബുക്ക് വായിക്കാൻ ഇഷ്ടമാണ്. കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, അതും ഇംഗ്ലീഷായിട്ട് മിക്സ് ചെയ്താൽ ഡെഫിനറ്റ്ലി, ഇംഗ്ലീഷ് എന്നല്ല ഏത് ഭാഷയും, സിനിമ കാണാൻ ഇഷ്ടമാണോ അപ്പൊ തമിഴ് സിനിമ കാണാം, ഹൊറർ ആണെങ്കിൽ ഹൊറർ, ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ. അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മുടെ ലൈക്സ്, അതും ഇംഗ്ലീഷും നമ്മൾ മിക്സ് ചെയ്യാം. അപ്പൊ എത്ര പ്രായമാണെങ്കിലും എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഡെഫിനറ്റ്ലി പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും. അതേപോലെ ഒരു കാര്യം കൂടി ചെയ്യാം, എന്നും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുക. വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വെറുതെ റെക്കോർഡ് ചെയ്യുക. അപ്പൊ എന്നും കുറേശ്ശെ റെക്കോർഡ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റും. എവിടെയാണ് എൻ്റെ മിസ്റ്റേക്ക്, ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യണോ, അതോ ഞാൻ ഏത് വേർഡാ പഠിക്കേണ്ട, അങ്ങനെ ഡെയിലി നമ്മൾ ചെയ്യാം. ചെയ്ത് ചെയ്ത് ഫൈനലി നിങ്ങൾക്ക് തന്നെ ഒരു ഇഷ്ടം വന്നോടും. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ സ്റ്റോറി, എൻ്റെ കുഞ്ഞു സ്റ്റോറി. എങ്ങനെയാണ് എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നത്, എനിക്ക് ഇഷ്ടമാണ്, സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങളുടെ സ്റ്റോറി കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.